ഇപ്പം ഞാൻ അതിലിപ്പോൾ ഓരോന്നായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഈ ആദ്യത്തെ ക്ലോൺ സ്റ്റാമ്പ് ടൂൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ക്ലോൺ സ്റ്റാമ്പ് ടൂളിൽ ക്ലിക്ക് ചെയ്യുമ്പം കാണുന്നതാണ് ഹീലിംഗ് ബ്രഷ് ടൂള്, ബ്ലർ ടൂള്, നമ്മളെ സ്മഡ്ജ് ടൂള്. കണ്ടില്ലേ? ഇപ്പോൾ 4 ടൂളും ഒരേ പർപ്പസിൽ യൂസ് ചെയ്യുന്നത്, എന്നാൽ പല കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂൾസാണ് ഒരു ബാറിൽ അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വരുവാണെങ്കിൽ ബ്രഷ് ടൂള്. ഇപ്പോൾ ബ്രഷ് ടൂളിൽ വരുന്നതോ അതാണ് ബ്രഷ് എഫക്ട്സ് ടൂള്, അതുപോലെ തന്നെ സ്പ്രേ ടൂള്, അതുപോലെ എറൈസർ ടൂള്. അപ്പോൾ അങ്ങനെ അതങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്നത് സെലക്ഷൻ ടൂൾസാണ്. അതായത് നമ്മൾ ഫോട്ടോ സെലക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന, നമ്മൾ സബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്വിക്കായിട്ട് സെലക്ട് ചെയ്യാനുള്ള ടൂളാണ് ക്വിക്ക് സെലക്ഷൻ ടൂൾ. നമ്മൾ ഫോട്ടോഷോപ്പിൽ ഉള്ള ടൂളാണ്. മാജിക് വൺ ടൂളും അതുമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ദാണ്ട് സ്ക്രിബിൾ ടൂള്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാം എടുത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ഉള്ളത് കുറേ സെലക്ഷൻ ടൂൾസാണ്. എന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക, ലാസോ ടൂള്, നമ്മൾ പോളിഗൺ ലാസോ ടൂള്, അതുപോലെ തന്നെ നമ്മൾ സർക്കിൾ സെലക്ഷൻ ടൂള്, ഒരുപാട് ടൂൾസ് ഉണ്ട്. നമുക്ക് ഇതൊക്കെ ഓരോരോ പെർപ്പസിനായിട്ട് നമുക്കിതൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും ടൂൾസാണ് ആ ടൂൾ ബോക്സിനകത്തുള്ളത്. പക്ഷേ ഈ ടൂൾ കൊണ്ട് നമുക്ക് മൾട്ടിപ്പിൾ പല കാര്യങ്ങൾ നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ച് തന്നാൽ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊന്നും പറ്റത്തില്ല. ഇതിപ്പോൾ തന്നെ ഒരുപാട് ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ ആ ടൂൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് ടോപ്പിലുള്ള അതും നമുക്ക് മനസ്സിലായി. ഇനി നമ്മളിവിടെ ഇപ്പോൾ ഈ എടുക്കുന്ന ടൂൾസിൻ്റെ പ്രോപ്പർട്ടീസ്, നമ്മൾ ഫോട്ടോഷോപ്പിലെ പോലെ പ്രോപ്പർട്ടീസ് വേണമെന്ന് വയ്ക്കുക. ഇപ്പോൾ ഞാൻ ഇവിടെ ബ്രഷ് ടൂൾ സെലക്ട് ചെയ്ത് ആ ബ്രഷ് ടൂളിൻ്റെ പ്രോപ്പർട്ടീസാണ് ഈ താഴെ കാണുന്ന ഈ ടാബിൽ വരുന്നത്. ഇപ്പോൾ ബ്രഷിൻ്റെ ആ ഒരു ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ബ്രഷിൻ്റെ സൈസ് എത്രയാണോ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഹാർഡ്നെസ് എത്രയാണോ, ഫ്ലോ എത്രയാണോ, ഒപ്പാസിറ്റി എത്രയാണോ, എല്ലാം നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അത് മാത്രമല്ല, ഏറ്റവും കിടിലായിട്ടുള്ള വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടെ കുറേ ബോക്സ് കൊടുത്തിട്ടില്ലേ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രഷിൻ്റെ പ്രീസെറ്റ്, അതായത് ബ്രഷിൻ്റെ ഏതൊരു രീതിയിലുള്ള പ്രീസെറ്റ് വേണോ നമുക്ക് അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡ്രോ ചെയ്യാനൊക്കെ ചെയ്യാം. നമുക്ക് ഇപ്പോൾ ഒരു വെക്ടറായിട്ടുള്ള ഡ്രോയൊക്കെ ചെയ്യാം. ഹൈ ക്വാളിറ്റി നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇതൊക്കെ തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അടിപൊളി ആപ്ലിക്കേഷനാണ്. ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുന്നതും ഇതാണ്. പിക്സാർട്ടിനെ റെക്കമെൻഡ് ചെയ്ത് തരത്തില്ല. കാരണം നിങ്ങൾ ചെയ്യുന്ന വർക്ക് ഒരുപാട് ചെയ്യാൻ പറ്റുമെങ്കിലും അത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഡബിൾ ഇരട്ടി ക്വാളിറ്റി അത് പോകും. അതുകൊണ്ട് മാത്രമാണ് ഇതിപ്പം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ കൈ തെളിഞ്ഞെന്ന് വെച്ചോ, നിങ്ങൾക്ക് ഫോട്ടോഷോപ്പ് പിന്നെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. കാരണം അതിനകത്തുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിൽ തന്നെ ഉണ്ട്. ഈ ബ്രഷൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഡ്രോയിങ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെയധികം ഉപയോഗപ്പെടും. ഇവിടെ നമുക്ക് അതിൻ്റെ ഐക്കണെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഇങ്ങനെ മാനുവലായിട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ, ഇങ്ങനെ ഫെദർ ചെയ്യാൻ, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതിന് ജസ്റ്റ് നെക്സ്റ്റ് ഇതായിട്ട് വരുന്നത് ഇവിടെ കളർ സെലക്ട് ചെയ്യാം. ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കളർ ഇവിടെ ചൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ സെലക്ഷൻ ഇട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ വരച്ച് കഴിഞ്ഞാൽ മാത്രമേ ഈ എഡ്ജ് അവെയറൊക്കെ വരത്തുള്ളൂ കേട്ടോ. അതൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഇവിടെയും അതുപോലെ തന്നെ കൺട്രോൾ സൈസ്, കൺട്രോൾ ഒപ്പാസിറ്റി, അതൊക്കെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, ബ്രഷുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഒന്നും കൂടെ ഓട്ടിച്ച് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഇത് മേഖലയിൽ കാണുന്ന ഈ ടൂൾ ബാറുകൾ നമ്മൾ സെലക്ഷൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മളെ ഇമേജിൻ്റെ ലെയർ ബൈ ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ലെയർ ബൈ ആണ് ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ലെയർ ബൈ ചെയ്യുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുന്നത്. അതാണ്ട് ഓരോ ടാബുകൾ ഇവിടെ ഉണ്ട്. ഈ 4 ടാബിലുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക, ഓരോന്നായിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ടൂൾസൊക്കെ തന്നെയാണ് എല്ലാം, കോമൺ ആയിട്ടുള്ള ടൂൾസുകൾ തന്നെയാണ് എല്ലാം. പിന്നെ ഉള്ളത് ടൂൾ ബോക്സാണ്. ഈ ടൂൾ ബോക്സിൽ ഇങ്ങനെ എല്ലാ ടൂളുകളും ഇവിടെ കിടപ്പുണ്ട്. ഇത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുത്ത് പരീക്ഷിച്ച് നോക്കാം. അത് കഴിഞ്ഞ് അതിൻ്റെ പ്രോപ്പർട്ടീസും അതിൻ്റെ ഹാർഡ്നെസ്സും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ ഈ നമ്മളെ പ്രോപ്പർട്ടീസ് പാനൽ ഇവിടെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് വരുന്നതാണ് നമ്മൾ ലെയർ ബോക്സ്. നമ്മൾ ലെയർ ബോക്സ് എന്ന് പറയുന്നത് എല്ലാം ഓക്കെയാണ്. അതുപോലെ അതിന് ഏറ്റവും മെയിനായിട്ട് നിൽക്കുന്ന കാര്യമാണ് ലെയർ ബോക്സ്. അപ്പോൾ ഈ ലെയർ ബോക്സിൽ എങ്ങനെയാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ലെയറേ ഉള്ളൂ, ഇപ്പോൾ ഒരു ഇമേജേ ഉള്ളൂ. അപ്പോൾ അതിനിവിടെ ഒറ്റ ലെയറായിട്ട് ഇവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ നമുക്കൊരു പുതിയ ഇമേജും കൂടി ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഒരു ലെയറായിട്ട് ഇടണം. അപ്പം എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ കാണുന്ന പ്ലസ് ഐക്കണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോട്ടോ ഇമ്പോർട്ട് ചെയ്ത് നെക്സ്റ്റ് ലെയർ ആയിട്ട് ഇടാം, അല്ലെങ്കിൽ ഇംറ്റി ലെയർ ഒരെണ്ണം എടുത്തിടാം, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ ഈ കിടക്കുന്ന ലെയറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ചെയ്യുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇപ്പം നിങ്ങൾക്ക് 2 ലെയർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ 2 ലെയറിനെയും കൂടെ നിങ്ങൾക്ക് മെർജ് ചെയ്ത് ഒറ്റ ലെയർ ആക്കണം. അപ്പം അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം സാധാരണ നമ്മളെ പിക്സാറിലൊക്കെ ഉള്ള പോലെ ഒരു ബ്ലെൻഡിങ് ഇല്ലേ, ബ്ലെൻഡിങ് മീൻസ് ഇപ്പം മൾട്ടിപ്ലൈ ചെയ്യുക, സ്ക്രീൻ ചെയ്യുക എന്നൊക്കെ ഇല്ലേ, അത്തരം കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ എക്സാമിന് മനസ്സിൽ വിചാരിക്കും ഇതിൻ്റെ ടോപ്പിക് കിടക്കുന്നത് വല്ല ബ്ലാക്ക് ലെയറോ നമ്മൾ എന്തെങ്കിലും ടെക്സ്റ്റ് ബ്ലെൻഡ് ചെയ്യാൻ കൊണ്ടുവന്ന ലെയറാണെന്ന് സങ്കല്പിക്കുക. എന്നിട്ട് നമ്മൾ ഈ കാണുന്ന ഒരു ഐക്കൺ ഉണ്ടല്ലോ, ലെയറിൻ്റെ പോലത്തെ ഒരു ഐക്കൺ, ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ബ്ലെൻഡിങ് മോഡ് വരും. ഇതിൽ നമുക്ക് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ മൾട്ടിപ്ലൈ വേണോ, ഏത് വേണോ, ലൈറ്റം വേണോ, സ്ക്രീൻ വേണോ, അതൊക്കെ നിങ്ങളെ വർക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒപ്പാസിറ്റി ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ ഈ ഒരു കളർ ബോക്സ് കൊടുത്തിട്ട് മേഖലോട്ട് ഒരു ആരോ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ
നിങ്ങൾക്ക് അതിൻ്റെ ഇപ്പോൾ ആ മേഖല കിടക്കുന്ന ലെയറിൽ ഒരു കളർ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിന് വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ് അത്. നെക്സ്റ്റ് വേണം ഈ ഒരു താഴേക്ക് ഒരു ആരോ കൊടുത്തിട്ട് ഈ ഒരു ഓപ്ഷനിലാണ് നമ്മൾ മെർജ് ചെയ്യുന്ന ലെയറിനെ. നമ്മൾ ലെയർ ഇപ്പം മെർജ് ഡൗൺ കൊടുത്താൽ തൊട്ട് താഴത്തെ ലെയറിൽ അത് മെർജ് ആവും. മെർജ് വിസിബിൾ കൊടുത്താൽ ടോട്ടൽ ലെയറും മെർജ് ആവും, എല്ലാ ലെയറും ഒത്തു കയറി മെർജ് ആവും. അത് കഴിഞ്ഞ് ഫ്ലാറ്റനും സെയിം ഓപ്ഷൻ തന്നെയാണ്, ഫ്ലാറ്റ് ആവും, ഒറ്റ ഇമേജ് ആവും. അപ്പം ഇത് തന്നെയാണ് ഇതിപ്പോൾ ഞാൻ മെർജ് ഡൗൺ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ലെയർ തമ്മിൽ മെർജ് ആവും. ഓക്കെ, അപ്പോൾ അത് മെർജ് ആയി. എന്നിട്ട് നിങ്ങൾ ഡൺ കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഇപ്പോൾ ഇതിലുള്ള ഓൾമോസ്റ്റ് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇതിലുള്ള ടൂൾസും കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ളത് ഈ ടൂൾസിൻ്റെ ഓരോന്നിൻ്റെ വർക്കിംഗ് ആണ്. ഓക്കെ മച്ചാമാരെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ടിപ്പും കൂടി പറഞ്ഞു തരാം. സംഭവം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ഒരു സബ്ജക്റ്റിനെ കട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് സബ്ജക്റ്റിനെ കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് ഇതുവഴി പറഞ്ഞു തരാം. അപ്പം ഇത്തരത്തിൽ നിങ്ങൾക്ക് മറ്റ് ടൂൾസിൻ്റെ ഉപയോഗം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ലൈക്കിൻ്റെ എണ്ണം നോക്കിയായിരിക്കും നമുക്ക് വീഡിയോസിന് കൂടുതലും കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ലൈക്കും ചെയ്ത് വീഡിയോ നന്നായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് ഞാൻ കാണിച്ചിട്ട് വളരെ ബേസിക്കായിട്ട് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു പിക്ചർ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ നേരത്തെ ഈ വീഡിയോയുടെ തുടക്കത്തിലേക്ക് പറഞ്ഞു എങ്ങനെയാണ് ഫോട്ടോ ഇമ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ടൂൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ടൂൾ വെച്ച് ഞാനിത് ഈ പിക്ചർ ഒന്ന് ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇപ്പം വളരെ നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ളൊരു ഇമേജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വിക്ക് സെലക്ഷൻ ടൂൾ ഇട്ടിട്ട് കട്ട് ചെയ്യാം. ഈ ഇതാണ് ക്വിക്ക് സെലക്ഷൻ ടൂൾ, ഇതിട്ട് കട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എറൈസർ ടൂൾ ഇട്ടിട്ട് എറൈസ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് പിക്ചർ, എങ്ങനത്തെ ഒരു പിക്ചറാണ് ആ പിക്ചറിൻ്റെ സ്വഭാവം അനുസരിച്ച് നിങ്ങൾ ഏത് ടൂളാണെന്ന് വെച്ച് സെലക്ട് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ജസ്റ്റ് ക്വിക്ക് സെലക്ഷൻ വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. നല്ലപോലെ പിക്ചർ സൂം ചെയ്ത് വെക്കുക. അത്യാവശ്യം ക്വാളിറ്റിയുള്ള പിക്ചറാണെങ്കിൽ സൂം ചെയ്ത് വെച്ചിട്ട് ചെയ്യുക. വളരെ ക്ഷമയായിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തപ്പോൾ തന്നെ ആ സെലക്ഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മാത്രം മതി. നമ്മൾ ആ ബ്രഷിൻ്റെ സൈസ് ഒന്ന് മാക്സിമം ഒന്ന് കുറച്ചിട്ട് ഒന്നും കൂടെ ചെയ്ത് നോക്കാം. ഓക്കെ, സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വളരെ ക്ഷമയായിട്ടിരുന്ന് ചെയ്യുക. ഓക്കെ, വളരെ ക്ഷമയായിട്ടിരുന്ന് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഓരോ ഇതളുകളായിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യുവാണ്. അത് കഴിഞ്ഞിപ്പോൾ എന്തെങ്കിലും ഒരു അബദ്ധത്താൽ നിങ്ങൾ വെളിയിൽ പോയെന്ന് വിചാരിക്കും. ഇപ്പം എക്സാമ്പിൾ പറയുന്നത്, ഇപ്പം വെളിയിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെ ഒരു പ്ലസ് മോഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലസ് ഐക്കൺ കാണുന്നില്ലേ, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ മൈനസ് ആവും. അപ്പോൾ നിങ്ങൾ സെയിം അതുപോലെ തന്നെ ഒരു ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും റീഡു ആവും. ഓക്കെ, റീഡു ഓർ അണ്ടു. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ മൈനസ് എന്നുള്ള വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ മോഡ് മാറ്റിയിട്ടു പ്ലസ് എന്നുള്ളതാക്കുവാണ് കേട്ടോ. പ്ലസ് എന്നുള്ളതാക്കി അത് കഴിഞ്ഞിട്ട് ഇവിടെ വീണ്ടും ഞാൻ ഡ്രാഗ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇതിങ്ങനെയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇത് ഒരുപാട് ബോറടിപ്പിക്കുന്നില്ല, ഞാൻ ഇതങ്ങ് സ്കിപ്പ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഇപ്പം ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് കാണാം. ഓക്കെ മച്ചാമാരെ, ഞാനിപ്പോൾ ഇത് ജസ്റ്റ് റഫായിട്ടൊന്ന് പെട്ടെന്ന് സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരുവിധം റഫായിട്ട് സെലക്ട് ചെയ്തിരിക്കുവാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് കാണിച്ചു തരിക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് മാത്രമാണ് ചെയ്തത്. ഇപ്പം അങ്ങനെ പ്രോപ്പറായിട്ട് ഞാൻ സെലക്ട് ചെയ്യാൻ നോക്കിയിട്ടില്ല. അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങളിങ്ങനെ നിങ്ങളുടെ സബ്ജക്റ്റിനെ ഏത് സബ്ജക്റ്റാണോ നിങ്ങൾക്ക് റിമൂവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ടത് അത് നിങ്ങൾ ഇതുപോലെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ എനിക്ക് വേണ്ടത് ഈ ഒരു പൂവും ഈ ഒരു കൈയുമാണ് എനിക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നതും അത്ര ഭാഗം മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഡയറക്റ്റ് ചെന്ന് ബാക്ക്ഗ്രൗണ്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ഈ സൈഡ് എഡ്ജ് എല്ലാം ഹാഷായിട്ടിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ നെക്സ്റ്റ് ചെയ്യാനുള്ള എന്തെന്ന് വെച്ചാൽ, അത് ആദ്യം ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, നമ്മളെ പെൻസിലും അതുപോലെ ഒരു സെലക്ഷനും ഈ ഒരു ഐക്കണിലോട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫെദർ. കണ്ടല്ലോ, ഫെദർ. ഈ ഫെദർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളെ ഫോട്ടോയുടെ എഡ്ജൊക്കെ ഫെദർ ആയിട്ടുണ്ട്. നിങ്ങൾ നോക്കുക എത്രയാണോ നമ്മളെ ഇമേജിന് വേണ്ട ഫെദർ എന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾക്ക് ആ റെഡ് മാർക്ക് വെച്ച് കാണാൻ പറ്റും. നമ്മളിത് മൂവ് ചെയ്യും തോറും ആ ഒരു എഡ്ജ് സ്മൂത്തായി വരണം നിങ്ങൾക്ക് കാണാൻ പറ്റും. മനസ്സിലായില്ലേ? നമ്മൾ ഫോട്ടോഷോപ്പൊക്കെ ചെയ്യുന്നവർക്കൊക്കെ അറിയാം. നമ്മളിങ്ങനെ ഫോട്ടോഷോപ്പിൽ കട്ട് ചെയ്യാൻ നേരത്ത് പോലെ ഫെദർ ഇട്ട് കൊടുത്താണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എമൗണ്ട് കൊടുത്ത് നമ്മൾ ചെയ്യണമെന്ന്. ഇവിടെ ഒരു സ്ലൈഡറാണ്, വളരെ ഈസിയാണ്. നിങ്ങൾക്ക് എത്രയാണോ കറക്റ്റ് വേണ്ടത് അത് നിങ്ങൾ കറക്റ്റ് പിടിച്ച് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഇപ്പോൾ ഓക്കെ, ഇത് മതിയെന്ന് തോന്നുന്നു. പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്തിട്ടില്ല, അത് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ഇതേ സെയിം ഇത് നല്ല ക്ഷമയോടുകൂടി ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഇപ്പം കറക്റ്റ് ഒരു 11 പിക്സൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു ടിക്ക് കൊടുക്കുവാണേ. ഓക്കെ, ഇപ്പം ഇവിടെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ എന്നിട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, വീണ്ടും നമ്മൾ ഒന്നും കൂടി ആ ഒരു ഇത് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്.
നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, നമ്മൾ സെലക്ട് ചെയ്തിരുന്ന നമ്മളൊരു ഇമേജ് ആയിരുന്നു, നമ്മളെന്ന് വെച്ചാൽ നമ്മൾ ആ പൂവും കൈയും കൂടെ ഉള്ളൊരു ഇമേജ് ആയിരുന്നു നമ്മൾ സെലക്ട് ചെയ്തിരുന്നത്. ഇപ്പം ആ ബാക്ക്ഗ്രൗണ്ട് സെപ്പറേറ്റ് നമ്മൾ തിരിച്ച് സെലക്ഷനെ ഇൻവെർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സെലക്ഷനെ നമ്മൾ ഇൻവെർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇൻവെർട്ട് ചെയ്തിരിക്കുന്ന ഭാഗം നമുക്ക് വേണ്ട, നമ്മളവിടെ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഒന്നും കൂടി നമ്മൾ വീണ്ടും ഇവിടേക്ക് വരുന്നു. എന്നിട്ട് ഇവിടെ ക്ലിയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത്ര പ്രോപ്പറായിട്ടൊന്നും കട്ടായിട്ടില്ല, എങ്കിലും ആ ഒരു ഫെദർ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ച്, ഈ പൂവിൻ്റെ ഇവിടെയൊക്കെ നല്ല പ്രോപ്പറായിട്ട് കട്ടായിട്ടുണ്ട്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ഇവിടെ ഫെദർ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ലെയർ ഐക്കണിൽ പോവുക, പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ഫോട്ടോ ലൈബ്രറിയിൽ പോയി ഒരു ഇമേജ് നിങ്ങൾ ആഡ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു ജസ്റ്റ് റാൻഡമായിട്ടൊരു ഇമേജിനെ ഞാൻ പെട്ടെന്ന് സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിനെ നമ്മൾ എന്താ പറയുക, നമ്മൾ ആ ഒരു ഫ്രെയിമിനനുസരിച്ച് അതിനെ ഒന്ന് സ്കെയിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് വെച്ചു, എന്നിട്ട് ടിക്ക് കൊടുത്തു. ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു ഇമേജ് താഴെ ലെയറിലാണ് കിടക്കുന്നത്, മനസ്സിലായില്ലേ? അതിനെ നമ്മൾ നേരെ എടുത്ത് ടോപ്പിലേക്ക് ഇടുക. അപ്പോൾ നമ്മൾ ആ താഴത്തെ ലെയർ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് മുകളിലേക്ക് ഇടുക. ഓക്കെ, ഇപ്പം നിങ്ങൾ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് പോലും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഈ ഒരു ലെയർ തമ്മിലുള്ളൊരു സെപ്പറേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. എന്ന് വെച്ചാൽ ഒരു ഫെദർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പം വലിയ ഹാഷായിട്ട് നമുക്ക് ഫീൽ ചെയ്യാത്തത്. ഞാൻ ഇവിടെ നിന്ന് പ്രോപ്പറായിട്ട് പോലും അല്ല കട്ട് ചെയ്തത്. പക്ഷേ നിങ്ങൾ ഈ ഒരു പൂവിൻ്റെ സൈഡ് ശ്രദ്ധിക്കുക, ആ ഒരു ഇമേജിലുള്ളതുപോലെ ഏകദേശം ഒരുവിധം നിങ്ങൾക്ക് അതുപോലെ തന്നെ ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. കാരണം ഞാനിപ്പോൾ പ്രോപ്പറായിട്ടല്ല കട്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങൾ എങ്കിൽ പോലും അത് ഒരുവിധം ആ ഒരു ഇവിടെ എന്താ പറയുക ഒരു ബാക്ക്ഗ്രൗണ്ടുമായിട്ട് മാച്ച് ആയിട്ടുണ്ട്. നിങ്ങളൊരു കളർ കറക്ഷൻ കൂടെ ഇട്ട് കൊടുത്താൽ പൊളിയായിരിക്കും. ഓക്കെ, കറക്റ്റായിട്ട് അതായിരിക്കും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു റാൻഡമായിട്ട് കാണിച്ചത് എന്താ, ഇപ്പോൾ ഞാൻ കൊണ്ടുവച്ചു. ഓക്കെ, എന്നിട്ട് ഇനിയിപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് കുറച്ചും കൂടി ഒന്ന് ബ്ലർ ചെയ്യണം. അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുന്നു, ഇവിടെ എഫക്ട്സ് ടാബിൽ പോകുന്നു, ബേസിക്കിൽ വരുന്നു, ഗോഷ്യൻ ബ്ലർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. നമുക്ക് എത്രയാണോ ബ്ലർ വേണ്ട ആ എമൗണ്ട് കൂട്ടിയിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ടിക്ക് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങളൊന്നും ചെയ്യേണ്ട, ഞാൻ ഇപ്പോൾ അടുത്ത് എന്ത് ചെയ്യണമെന്ന് ഇപ്പോൾ ആലോചിച്ചിട്ട് നോക്കട്ടെ. ഇപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് അബദ്ധത്തിൽ നിങ്ങൾ ഇതുപോലെ സെലക്ട് ചെയ്തു, നിങ്ങൾക്ക് ആ ഫെദർ കറക്റ്റ് ആയില്ല, കുറച്ചും കൂടി ഫെദർ വേണം. അപ്പോൾ നമ്മൾ സെലക്ഷൻ വീണ്ടും തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ആ ലെയർ എടുക്കുക, നമ്മൾ ആ ഏത് ലെയറാണോ വേണ്ടത് ആ ലെയർ സെലക്ട് ചെയ്യുക. അതിൻ്റെ നമ്മൾ വീണ്ടും ആ ടൂൾസ് ടാബിനകത്തോട്ട് പോവുക. ഇവിടെ സെലക്ട് പിക്സൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ, ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ സെലക്ഷൻ വീണ്ടും തിരിച്ചു വരും. എന്നിട്ട് നിങ്ങൾ വീണ്ടും വേണമെന്ന് വെച്ചാൽ നിങ്ങളെ ഫെദർ വേണമെങ്കിൽ ഇവിടെ ചെന്നിട്ട് നമ്മളെ ഫെദർ ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഫെദർ എടുക്കാം. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ അത് അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നമ്മൾ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ സെലക്ഷൻ അങ്ങ് പോകും. ഓക്കെ ഗായ്സ്, ഞാനിപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ഞാൻ നിങ്ങൾക്ക് ഇവിടെ വേറെ ഡെമോ ആയിട്ട് ഒന്ന് കാണിച്ചു തന്നെയാണ്, വേറെ ഒന്നും ഇല്ല, എനിക്ക് സെപ്പറേറ്റ് ചെയ്യാനില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ ഇതിൻ്റെ എഡ്ജൊക്കെ നല്ല ഹാഷൊക്കെ മാറി നല്ല മാന്യമായ രീതിയിൽ നല്ല രസമായിട്ട് ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു കാര്യങ്ങൾ കളർ മാച്ചിങ്ങും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യുവാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ പോയിട്ട് കർവ്സ് എടുക്കുവാണ്. അപ്പോൾ കർവ്സ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് വെച്ചിട്ട് കുറച്ച് ലൈറ്റ് കൊടുത്തിട്ട് നമ്മൾ പൂവിൻ്റെ ലെയറാണ് കേട്ടോ സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് കുറച്ച് പൂവ് നമ്മൾ ഒത്തിരി ബ്രൈറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് രണ്ടും കൂടെ ഒന്ന് മെർജ് ചെയ്യണം. അതിനിവിടെ മെർജ് ബട്ടൺ താഴെയുണ്ട്, ആ മെർജ് ബട്ടൺ കൊടുത്തിട്ട് മെർജ് ഡൗൺ കൊടുക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ പോകുന്നു, ഒന്നും കൂടി കർവ് എടുക്കുന്നു. കർവിൽ നേരത്തെ അതേ ഇത് ഇരിപ്പുണ്ട്, അവിടെ റീസെറ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളതായി ഇവിടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടതുപോലെ വർക്ക് ചെയ്യുക. ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു കർവ് വെച്ചിട്ട് ഈ കളർ ഒന്ന് മാച്ച് ചെയ്യിപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. നിങ്ങൾ ഇതുപോലെയൊന്നും ചെയ്യണമെന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ നിങ്ങളെ വർക്കിന് എന്താണ് വേണ്ടത് അത് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് കർവ് വെച്ചിട്ട്, അപ്പോൾ ഇത് വെച്ച് നിങ്ങൾക്ക് കർവ് വെച്ച് നമുക്ക് കളർ മാച്ചൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നോക്കി ഞാൻ എന്ത് ഈസി ആയിട്ടാണ് ഓരോ ഇത് ചെയ്ത് വെച്ചതെന്ന്. ഇത് കണ്ടോ, നമ്മളെ ബാക്ക്ഗ്രൗണ്ട് സബ്ജക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ കണ്ടോ, എന്ത് ഈസി ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ഞാൻ ഉൾപ്പെടുത്തുന്നുള്ളൂ മച്ചാമാരെ. ഇപ്പോൾ മച്ചാമാരെ നിങ്ങൾ കണ്ടല്ലോ ആപ്ലിക്കേഷൻ, ഒരു വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നമ്മൾ അഡോബിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. എന്താണെന്ന് വെച്ചാൽ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ, നിങ്ങൾക്ക് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാന്നുള്ളതാണ്. അടിപൊളി ആപ്ലിക്കേഷൻ, ഒരു രക്ഷയില്ലാത്ത ആപ്ലിക്കേഷനാണ്. പിന്നെ കുറച്ച് ടഫാണ് ഒന്ന് പഠിച്ചൊക്കെ എടുക്കാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ പഠിച്ച് ആ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ വന്ന് വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ,
പിന്നെ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് EYESOPEN എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നമ്മൾ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കയറി ജോയിൻ ചെയ്യാം. അതിനെക്കുറിച്ച് നമ്മൾ ഫോട്ടോഗ്രാഫി എഡിറ്റിങ്ങിനെ കുറിച്ചൊക്കെയാണ് അറിയുന്ന പുതിയ അപ്ഡേഷൻസും അതുപോലെ നമ്മൾ അറിയാവുന്ന കാര്യം അവർക്കൂടെ പറഞ്ഞു കൊടുക്കും. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ഈ സീരീസിൽ എന്ന് വെച്ചാൽ കണ്ണു തുറക്കൂ സീസൺ 1 ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏതെന്ന് വെച്ചാൽ എങ്ങനെയാണ് നിങ്ങൾ മൊബൈൽ ഫോണിൽ അൾട്രാ ക്വാളിറ്റിയിൽ ഒരു സിഗ്നേച്ചർ ലോഗോ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ. അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എൻഡ് ചെയ്യുമ്പോൾ എൻ്റെ കാർഡിൽ ആ വീഡിയോ വരുന്നതായിരിക്കും. നിങ്ങൾ കയറി കാണുക. അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ടൂൾസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കാതെ തന്നെ നിങ്ങൾ കമന്റ് ചെയ്യുക. കമന്റ് ചെയ്തതിന് ശേഷം ലൈക്കും സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ഇറ്റ്സ് മീ അൻഷാദ് EYESOPEN ഫോട്ടോഗ്രാഫി. ബൈ.